വർഗീയ ശക്തികളെ തടയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധ്യമാവൂ എന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ RSS, ജമാഅത്തെ ഇസ്ലാമി, കാസ എന്നിവർ ശ്രമിക്കുന്നുവെന്നും അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളമില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. LDFിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ വടക്കൻ മേഖലാ ജാഥയ്ക്ക് മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലുൾപ്പെടെ വർഗീയ ശക്തികളെ തടയാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാത്രമേ സാധിക്കൂവെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സർക്കാരിനെതിരെ കുത്തക മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് വലിയ ശ്രമങ്ങളാണ് നടക്കുന്നത്. വാർത്തകൾ പടച്ചുവിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇതിനെ പ്രതിരോധിക്കുന്നത് കേരളത്തിലെ ജനങ്ങളാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. LDF നേതൃത്വത്തിൽ നടക്കുന്ന വികസന മുന്നേറ്റ ജാഥയ്ക്ക് ജില്ലയിലെ ആദ്യ സ്വീകരണ കേന്ദ്രമായ മുക്കത്ത് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ ഭൂതകാലം അടിമതുല്യ ജീവിതം നയിച്ചവരുടെ കാലമാണ്. മനുസ്മൃതിയെ അടിസ്ഥാനപ്പെടുത്തിയ ബ്രാഹ്മണ്യത്തിൻ്റെ ഘട്ടകാലം. വിവേകാനന്ദന് പോലും ക്ഷേത്രപ്രവേശനം അനുവദിക്കാത്ത 80% പട്ടിണിയിലായ ജനങ്ങളുടെ കാലം. ആ ചരിത്രം മാറ്റിയത് ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾ നടത്തിയ പോരാട്ടമാണെന്നും ഇത് മറച്ചുപിടിച്ചാണ് BJP RSS പ്രചരണമെന്നും അദ്ദേഹം പറഞ്ഞു. അതിദാരിദ്ര്യം അവസാനിപ്പിച്ച ഇന്നത്തെ കേരളമായി എന്നുള്ളതിൻ്റെ പിന്നിൽ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനവും പുരോഗമന പ്രസ്ഥാനവും നവോത്ഥാന പ്രസ്ഥാനവും ദേശീയ പ്രസ്ഥാനവും എല്ലാം നടത്തിയ പോരാട്ടത്തിൻ്റെ ഉൽപ്പന്നമായിട്ടാണ് ഈ നാട്. വെറുതെ ഉണ്ടായതല്ല, യാദൃശ്ചിക സംഭവമല്ല, ആസൂത്രിതമായ സംഭവമാണ്. ഈ ആസൂത്രിതമായ സംഭവം നടന്ന ഈ കേരളത്തിൽ എല്ലാ തെറ്റായ നിലപാടുകൾക്കുമെതിരായിട്ട് പൊരുതാൻ നവോത്ഥാന നായകന്മാരായ ശ്രീനാരായണ ഗുരു, ചട്ടമ്പി സ്വാമികൾ, അയ്യങ്കാളി, വാഗ്ഭടാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവരെല്ലാം ചേർന്ന് ഉഴുതു മറച്ചിട്ട മണ്ണിൽ ദേശീയ പ്രസ്ഥാനവും അതിൻ്റെ തുടർച്ചയായി വന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനവും നടത്തിയ പ്രവർത്തനത്തിലൂടെയാണ് ലോകത്തടയാളപ്പെടുത്തുന്ന കേരളമുണ്ടായത്. വർഗീയതയ്ക്കെതിരെ എന്നതാണ് ഈ ജാഥയുടെ പ്രധാന മുദ്രാവാക്യം. കഴിഞ്ഞ 10 വർഷമായി ഒരു വർഗീയ കലാപം പോലും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഇവിടെ വർഗീയത ഉണ്ടാക്കാൻ RSS, ജമാഅത്തെ ഇസ്ലാമി, കാസ എന്നിവർ ശ്രമിക്കുന്നു. അതിനെ പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളമില്ലെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. വിശ്വാസികളാരും വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് വിശ്വാസവുമില്ല. വർഗീയവാദികൾക്കെതിരെ വിശ്വാസികളെ ഒപ്പം ചേർത്ത് മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ ഒരു വർഗീയ കലാപവും ഒരു വർഗീയ സംഘർഷവും ഈ കേരളത്തിൽ ഇല്ലാതായത് ഈ മനുഷ്യൻ്റെ കരുതലുള്ള ഈ വ്യക്തമായ കാഴ്ചപ്പാടിൻ്റെ ഭാഗം കൂടിയാണ്. ഗവൺമെൻറ് ഉള്ളത് കൊണ്ട് മാത്രമല്ല, ഈ ജനതയുടെ കൃത്യമായിട്ടുള്ള ഒരു അവബോധം കൂടിയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതാണ് ഞങ്ങൾ പറഞ്ഞു വന്നത്. എന്നാൽ ഈ തെളിനീരൊഴുകുന്ന 44 നദികളുള്ള ഈ കേരളത്തെ സത്യം പറഞ്ഞാൽ വിഷം ഇറക്കി തകർക്കാനാണ് RSSും സംഘപരിവാർ വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയും കാസിയും എല്ലാം ശ്രമിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ വർഗീയവാദികൾ ശ്രമിക്കുന്നത്. ഈ വർഗീയവാദത്തെ പ്രതിരോധിച്ചില്ലെങ്കിൽ കേരളമില്ല. ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഐതിഹാസികമായ പോരാട്ടങ്ങളിലൂടെ ലോകത്തടയാളപ്പെടുത്തിയ ഈ കേരളം ഉണ്ടാവില്ല. കഴിഞ്ഞ 10 വർഷമായി കേന്ദ്രം കേരളത്തിനെതിരാണ്. 22 പ്രധാന കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടും ഈ ബജറ്റിലും ലഭിച്ചത് ആമയും ആമമുട്ടയും മാത്രമാണ്. കേന്ദ്രം ഒന്നും തരാതിരുന്നിട്ടും എല്ലാം പ്രതിരോധിച്ച് കേരളം മുന്നോട്ട് പോകുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭൂപടത്തിൽ കേരളമില്ലെങ്കിലും കേരളത്തെ ലോകത്തിനു മുമ്പിൽ അടയാളപ്പെടുത്തുമെന്നും എല്ലാ മേഖലയിലും മാറ്റമുണ്ടാക്കിയതിൻ്റെ പിന്നിൽ 57 മുതലുള്ള ഇടത് സർക്കാരുകളുടെ കാഴ്ചപ്പാടും തൻ്റെ ഇടവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, 2,50,000 കോടി ഈ 5 കൊല്ലം കൊണ്ട് തരാൻ ബാക്കിയാണ്. എന്നിട്ട് ഈ കേരളം ഉറച്ചു നിന്ന് സ്വന്തം കാലിൽ നിന്ന് ഈ കേരളം എന്തൊക്കെ നടപ്പിലാക്കുമെന്ന് പറഞ്ഞോ അതിൽ നിന്നും പിന്നോട്ടേക്ക് പോവാതെ ഈ കേരളത്തെ മുന്നോട്ടേക്ക് നയിച്ച പാരമ്പര്യമുള്ള മുന്നണിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് അഭിമാനത്തോടെ പറയാൻ ഞങ്ങൾക്കാവും. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ഇനിയും അതേപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ടേക്ക് പോകും. നിങ്ങളുടെ ഭൂപടത്തിൽ ഈ കേരളമില്ലെങ്കിൽ ഞാൻ ഉറപ്പിച്ചൊരു കാര്യം പറയാണ്, ഈ ലോക ഭൂപടത്തിൽ ഈ കേരളത്തെ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും ഗവൺമെന്റിന്റെയും കാഴ്ചപ്പാട്. CTV പ്രാദേശിക വാർത്ത മുക്കം.